ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പടവലങ്ങ കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം കൂടെ ചേർത്ത് തോരനുണ്ടാക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല. നല്ല രുചിയുള്ള ഒരു തോരനാണിത്. ഇതുണ്ടാക്കാനായി പടവലങ്ങ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം. അതിൻ്റെ പുറമേയുള്ള ഭാഗം ഇതുപോലെ കത്തി കൊണ്ട് ഇതുപോലെ ചുരണ്ടി കളയണം. ഉള്ളിലുള്ള ഈ ഭാഗങ്ങളും എടുത്ത് കളയണം. മൂക്കാത്തതാണെങ്കിൽ കളയണ്ട, മൂത്തത് ആണിത് കുരു, അതുകൊണ്ട് ഇത് കളയണം. ഇത് കളഞ്ഞ് ഞാനിത് നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ മുറിച്ച് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും, ഇതിൽ വെള്ളം കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച് ഊറി വരും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 2-3 പച്ചമുളക്, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീനാണ്. ഉണക്കച്ചെമ്മീനും പടവലങ്ങയും കൂടെ ഉപ്പേരി വെച്ചാൽ നമുക്ക് കഴിച്ചാൽ മതിയാവില്ല. ഉണക്കച്ചെമ്മീൻ്റെ തലയും വാലും കളഞ്ഞ് കഴുകി ഞാനിത് ഉണക്കി വെച്ച ചെമ്മീനാണ്. ഇതിനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഉണക്കച്ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, അധികം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം മതി. ഇനി ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കാനായി ഒരു പിടി തേങ്ങയും 4-5 വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമെല്ലാം പറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിലേക്ക് ചിരകിയ തേങ്ങയും ചതച്ച് വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിലായി. ഇതിൽ ഇനി താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കുന്നില്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുത്താലും മതി, നല്ല ടേസ്റ്റാണ്. താളിക്കാൻ ഇഷ്ടമില്ലാത്തവർ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിതിലേക്ക് താളിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുപോലെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇനി ഞാനിതിലേക്ക് താളിച്ചൊഴിക്കുന്നുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക്, 4-5 ചെറിയുള്ളി, 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇതിൽ വറുത്തിട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ തീർച്ചയായും ഇതിൻ്റെ കൂടെ ചേർക്കണം. 2 വറ്റൽമുളകും ചേർത്ത്, വറ്റൽമുളകിന് പകരം ചതച്ച വറ്റൽമുളക് ചേർത്താൽ മതി. ഞാൻ ചതച്ച വറ്റൽമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചതച്ച വറ്റൽമുളകും ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല രുചിയുള്ള പടവലങ്ങ ചെമ്മീൻ തോരൻ റെഡിയായി. പടവലങ്ങ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. പടവലങ്ങ പരിപ്പും കറിയും പടവലങ്ങ ചെമ്മീൻ ഉപ്പേരിയും നല്ല ടേസ്റ്റുള്ള കറിയാണ്. താങ്ക് യു.